സംഘർഷമാണെന്ന് മനസ്സിലാക്കുന്നു. നിയമപരമായ സംരക്ഷണം ഉള്ളതുകൊണ്ട് തന്നെയാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇയാൾക്ക് ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നൽകിയത്. എന്നാൽ ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകിയത് നീതികേടാണ് എന്ന് ചിന്തിക്കുന്ന പതിനായിരങ്ങൾ ഇപ്പോൾ ഈ വെള്ളിമാടുകുന്നും കോഴിക്കോടും അതുപോലെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ദീപക്. ഹായ് മേരി പിയർ യൂട്യൂബേഴ്സിയും. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഷഹബാസിൻ്റെ കുറ്റവാളികൾ ഇന്ന് സ്കൂളിൽ പോയിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പായിട്ട് എഴുതിയിട്ടുണ്ട്. റിസൾട്ട് വരുന്ന സമയത്ത് 100% വിജയം പ്രതീക്ഷിക്കുന്നു. ഫുൾ A+ കിട്ടട്ടെ. എന്തായാലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും നിയമത്തിന്റെ സംരക്ഷണം അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ SLCക്ക് ഫുൾ A+ വാങ്ങിയിട്ട് കൊള്ളാവുന്ന ഏതെങ്കിലും നമ്മുടെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഒക്കെ പോലെയുള്ള ഏതെങ്കിലും കോളേജിൽ +1 +2 സർക്കാർ തന്നെ അഡ്മിഷൻ എടുത്തു കൊടുക്കും. അങ്ങനെ അവസ്ഥകളിലൂടെയാണ് ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ല, എന്തോരം ആൾക്കാരാണ് അവർ എക്സാം എഴുതിക്കരുത് എന്ന് പ്രതിഷേധിച്ചുകൊണ്ട് മുന്നിൽ വരുന്നത്. ഇത്രയും ആൾക്കാരുടെ പ്രതിഷേധത്തിനൊക്കെ പുല്ലുവില കൊടുത്തിട്ടാണ് ഈ 5 ആൾക്കാരെ എക്സാം എഴുതിച്ചത്. ഈ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം 2 മാസമാണ് വെക്കേഷൻ വരുന്നത്. ഈ 2 മാസം വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഇവർ +1 +2 ഏത് സ്കൂളാണ് പഠിക്കുന്നതെന്നും കൂടെ ഈ സർക്കാർ പുറത്തേക്ക് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ഉപകാരമായിരുന്നു. ആ സ്കൂള് വേറെ മാതാപിതാക്കൾക്ക് മക്കളെയൊന്നും പഠിപ്പിക്കാത്ത വിധത്തിൽ ചെയ്തു കൊടുക്കാമായിരുന്നു. എന്തായാലും ഇപ്പോൾ 2 മാസം സ്കൂള് വെക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾ അവരെ +1 +2 വിടും. അതിന് വിടാൻ വേണ്ടിയിട്ടാണല്ലോ 10ാം ക്ലാസ് യോഗ്യത പരീക്ഷ എഴുതിച്ചത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്രിമിനൽസിനെ കൊണ്ട് എക്സാം എഴുതിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഈ 5 എണ്ണത്തിൻ്റെ തിരുമോന്ത കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റേ ന്യൂസ് ചാനലോ ഒന്നും വെച്ചിരുന്നിട്ട് കാര്യമില്ല. വേണമെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ സ്റ്റാറ്റസോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് സ്റ്റോറി വെക്കുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ ഇപ്പം കുറച്ച് കഴിയുമ്പോൾ എൻ്റെ സ്റ്റോറി വെക്കാം. നിങ്ങൾ ഇൻസ്റ്റയിൽ കയറി സ്റ്റോറി ചെക്ക് ചെയ്താൽ മതി. കാണാത്ത ആൾക്കാരാണെങ്കിൽ ഈ എല്ലാത്തിൻ്റെയും മോന്ത അതിൽ കാണാം. അല്ലാണ്ട് ന്യൂസ് മീഡിയാസോ കാര്യങ്ങളോ ഒന്നും ഇവരുടെ മുഖം കാണിക്കില്ല. അത്രയ്ക്ക് പ്രൊട്ടക്ഷനാണ് ഇവർക്ക് കൊടുക്കുന്നത്. കാരണം നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് ഇവർ ചെയ്തു വെച്ചേക്കുന്നത്. അവർക്ക് ഈ പ്രതികൾക്ക് 5 പേർക്ക് ഭാവി ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം, നാട്ടിലൊരു പട്ടിനെ തല്ലിക്കൊന്നാൽ എന്തോരം ആൾക്കാർ വരും, മൃഗസംരക്ഷണം മൃഗസ്നേഹി എന്നും പറഞ്ഞിട്ട്. അതിന് എന്തോരം ക്യാമ്പയിനും കാര്യങ്ങളും ഉണ്ടാവും. ഇതിനിപ്പോൾ എന്തുണ്ടായി? ആ 5 പ്രതികൾ സുഖമായിട്ട് പോയി എക്സാമും എഴുതി എക്സാം കഴിഞ്ഞ് വരികയും ചെയ്തു. അത്രയും നേരം അവിടെ കിടന്ന് പ്രതിഷേധിച്ച ആൾക്കാർ എന്തായി? പൊട്ടന്മാരായി അല്ലേ? നമ്മളൊക്കെ എക്സാമിന് ഒരു പേപ്പർ തുണ്ടുകടലാസ് വെച്ച് കഴിഞ്ഞാൽ അപ്പം പിടിക്കും. ഡിബാർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പിടിച്ച് പുറത്തു വിടും അല്ലേ? ശരിയല്ലേ? പുറത്താക്കും. അങ്ങനെ പുറത്താക്കുന്ന ഒരു നാട്ടിലാണ് 5 പേര് കൊലപാതകം ചെയ്ത 5 പേര് ഈസി ആയിട്ട് പോയി എക്സാം എഴുതുന്നത്. ഈ PSC പരീക്ഷ അല്ലെങ്കിൽ SI ടെസ്റ്റ് ഒക്കെ എഴുതുന്ന ആൾക്കാർക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവരുത് എന്ന് ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഈ 5 പേര് എക്സാം എഴുതിയിട്ട് നിങ്ങൾ എന്ത് ജോലിക്ക് വിടാനാണ് ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത്? കാലാകാലം ജയിലിൽ സൂപ്പ് ഉണ്ടാക്കാനാണോ? അല്ലല്ലോ. അവരുടെ ശിക്ഷാ കാലാവധി കഴിയുമ്പോൾ അവർ പുറത്തിറങ്ങും, പഠിക്കട്ടെ, ജോലി വാങ്ങട്ടെ. ചെറിയ മക്കളാണല്ലോ. 10ാം ക്ലാസ് എത്തിയിട്ടല്ലേ ഉള്ളൂ. 18 വയസ്സ് പൂർത്തിയാവാൻ ഇനി 3 വർഷമുണ്ട്. 15 വയസ്സ് കണക്ക് കൂട്ടുന്ന സമയത്ത് അല്ലേ? ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ താങ്ങുന്ന പോലീസിനെയും ഈ ഒരു ഭരണവ്യവസ്ഥേനെയും പറഞ്ഞാൽ മതി. മരിച്ച് 6 അടി മണ്ണ് കിടക്കുന്നവൻ എന്ത് ഭാവിയില്ലേ? അവനിനി ഭാവിയില്ലല്ലോ. അവനിനി മണ്ണിന് സ്വന്തം. ഈ കുറ്റം ചെയ്ത 5 പേർക്കാണല്ലോ ഇനി മുമ്പോട്ട് ഭാവിയുള്ളത്. അത് ശരി, അതുകൊണ്ടാണല്ലോ അവർ പരീക്ഷ എഴുതിച്ചത്. ഈ കുട്ടിക്ക് നിങ്ങൾ ഏത് രീതിയിലാണ് കോടതി നീതി കൊടുക്കാൻ പോകുന്നത്? ഈ മരിച്ച കുട്ടിക്ക് ഏത് രീതിയിലാണ്? ഇങ്ങനെ ഇവരെ കൊണ്ട് എക്സാം എഴുതിച്ച് നല്ലൊരു സർക്കാർ ജോലി തന്നെ വാങ്ങിക്കൊടുത്തേക്ക്. ഇതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാണോ നിങ്ങൾ ഷഹബാസിന് നീതി മേടിച്ചു കൊടുക്കുന്നത്? അല്ലെങ്കിൽ കുറച്ച് ദിവസം അവരുടെ ഡേ കെയറിൽ വിട്ടിട്ട് അവിടെ നല്ല പോഷകാഹാരം മുട്ടയും പപ്സും ഒക്കെ കൊടുത്ത് വയറ് നിറപ്പിച്ചാൽ അത് ഷഹബാസിനും അവരുടെ കുടുംബത്തിന് കിട്ടുന്ന നീതിയാവുമോ? ഇത് നീതിയല്ല, ഇത് കുറ്റവാളികൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങളാണ്. കഷ്ടം തന്നെ. ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ 5 വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെയാണ് KSUവിന്റെ പ്രതിഷേധം. ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ നിസ്സംശയം പറയാൻ പറ്റും ഇത് ഷഹബാസിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇവര് ആ പ്രതിഷേധത്തിന്റെ ഇടയ്ക്കും പറയുന്നത് LDF രാജിവെക്കണം, മുഖ്യമന്ത്രി എന്ത് കേസ് ഉണ്ടായാലും പാർട്ടീന്റെ ഭാഗം പിടിച്ചുകൊണ്ട് ചില ആൾക്കാർ ഇങ്ങനെ വരും. LDF രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പ്രതിഷേധങ്ങളായിട്ട് കണക്കിലെടുക്കാതിരിക്കുക. അവര് സാഹചര്യം മുതലെടുക്കുകയാണ്. അങ്ങനെ തന്നെ പറയും. ഈ പാർട്ടിക്കാർ സാഹചര്യം മുതലെടുക്കുകയാണ്. ഇതിപ്പം LDF അല്ല UDF ഭരിക്കുന്ന കാലഘട്ടത്താണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ LDF വരും വരെ UDF കുറ്റം പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്ത ഒരു വർഷത്തില്
UDF ആണ് വരുന്നതെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ക്രൈം ഉണ്ടെങ്കിൽ LDF UDF കുറ്റം പറഞ്ഞു വരും. അത് പാർട്ടികൾ തമ്മിലുള്ള ഒരു ഇതാണ്, മനസ്സിലായോ? പക്ഷേ ഈ ഷഹബാസിന്റെ ഇൻസിഡന്റിൽ നോക്കുകയാണെങ്കിൽ പ്രതികരിക്കേണ്ട ആൾക്കാർ പാർട്ടിക്കാരല്ല സത്യത്തിൽ. അവരുടെ പ്രതികരണം തെറ്റാന്നല്ല പറയുന്നത്. പക്ഷേ LDF രാജിവെക്കണം. ഷഹബാസ് ഇങ്ങനൊരു കാര്യത്തിൽ ആയതും LDFും തമ്മിൽ എന്താ ബന്ധം? ആര് ഭരിച്ചാലും ഇത്രയും കാലത്തെ ഒരു കേരളത്തിന്റെ മുഖച്ഛായ വെച്ച് പറയുകയാണെങ്കിൽ കുറ്റവാളികൾ സംരക്ഷിക്കപ്പെടും, അത് ഏത് പാർട്ടി ഭരിച്ചാലും. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് സാഹചര്യങ്ങൾ മുതലെടുത്ത് അതിൽ പാർട്ടി പൊളിറ്റിക്സും കുത്തിക്കയറ്റാതിരിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഈ ഷഹബാസിന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രതിഷേധിക്കേണ്ട ആൾക്കാർ ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ എല്ലാം കൂടെ ഒരു ക്യാമ്പയിനായി അധ്യാപകർ ഇവരെല്ലാവരും കൂടെ ഈ എക്സാമിന്റെ ദിവസം ഇതിനെതിരെ പ്രതിരോധിക്കണമായിരുന്നു. മറ്റു കുട്ടികൾ എക്സാം എഴുതുകയാണെങ്കിൽ ബാക്കി പിള്ളേർ എക്സാം എഴുതില്ല, അല്ലെങ്കിൽ അധ്യാപകർ എക്സാം നടത്തില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഒറ്റ കാലം നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ 5 പേര് ഇന്ന് എക്സാം എഴുതില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഒരു നാട്ടു നടപ്പ് വെച്ചിട്ട് സ്വന്തം കാര്യം എല്ലാവർക്കും സിന്ദാബാദ്, അതാണ് അല്ലേ? അല്ലാതെ നമുക്കിപ്പം ഫോർ ദ പീപ്പിൾ കളിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ അത് ഫോർ ദ പീപ്പിൾ കളിച്ചാലും കുറ്റക്കാരാരാവും? നമ്മൾ തന്നെയാവുള്ളൂ. അവിടെ ക്രിമിനൽസ് പ്രൊട്ടക്ട് ചെയ്യപ്പെടും. ഈ കുറ്റവാളികളുടെ ആൾക്കാർ വലിയ പ്രഭുക്കന്മാരുടെ മക്കളൊക്കെയാണ്, വലിയ പ്രഭുക്കന്മാരുടെ മക്കളാണ്. ഒരാൾ കൊട്ടേഷൻ നേതാവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, രണ്ടാമത്തെ ആളെന്താ പോലീസിൻ്റെ ആൾക്കാർ. പോരാത്തതിന് ഈ കുട്ടികൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും വേറൊരു പയ്യനെ ഇടിച്ച് ചതച്ച ആൾക്കാരാണ്. അതായത് ഇവരൊരു ബോൺ ക്രിമിനൽസ് തന്നെയാണ്. അല്ലാണ്ട് പെട്ടെന്ന് ഷഹബാസിനോടുണ്ടായ ഒരു മെന്റാലിറ്റിയിൽ അറിയാതെ പറ്റിയ സംഭവമൊന്നുമല്ല, കരുതി കൂട്ടി ചെയ്ത് തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ ക്രിമിനൽസിലെ രണ്ടാമത്തെ വട്ടമാണ് ഇവർ ക്രൈം ചെയ്യുന്നത്. ഈ ക്രൈമിൽ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രം. എന്നിട്ടും ഇത് കണ്ണടച്ചിട്ട് ആ 5 പേരെ താങ്ങിക്കൊണ്ട് നടക്കുന്ന പോലീസുകാരെയും നിയമത്തിനെയും നീതിപീഠത്തിനെയും എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ സൊസൈറ്റി പറയണം ഇതിനുള്ള ഉത്തരം. നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് അഭിപ്രായം പറയാൻ പറ്റുന്ന പോലെ നിയമം കയ്യിലെടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഇതിന് കറക്റ്റ് മാതൃക കാണിക്കേണ്ടത് നീതിപീഠം തന്നെയാണ്. അവർ തന്നെ ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? സത്യത്തിൽ ഇപ്പോഴാണ് നീതിദേവത കണ്ണടച്ചിരിക്കുന്നത് എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അത് ബയാസ് കാണിക്കാതെ നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല, ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് കണ്ണടച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ആ കറുത്ത തുണി നീതിദേവതേൻ്റെ കണ്ണി കെട്ടി വെച്ചേക്കുന്നത്. ശരിയല്ലേ? നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് പറ. ശരിയായ നീതി നടപ്പിലാക്കാനാണോ ആ കറുത്ത തുണി, അല്ലെങ്കിൽ നീതി നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? ഒന്നും നടക്കാത്ത പോലെയാണ് ആ കറുത്ത തുണിയും കെട്ടിയിരിക്കുന്ന നീതിദേവതനെ എനിക്കിപ്പോൾ തോന്നുന്നത്. നാട്ടിൽ ഒന്നും നടക്കാതെ താനൊന്നും കാണുന്നില്ല എന്നുള്ള ഭാഗത്ത് കണ്ണടച്ചിരിക്കുന്ന ഒരു നീതിദേവത. ഇങ്ങനെയാണെങ്കിൽ 2-3 വർഷം കൊണ്ട് കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. കാരണം കുട്ടികൾ ഇങ്ങനെ ക്രിമിനൽസായി, കോളേജിൽ അടിപിടിയായി, അവിടെ അടിപിടിയായി, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുത്തിക്കൊല്ലുകയാണെങ്കിൽ പുതിയ തലമുറ എന്ന് പറയുന്ന ഒരു സംഭവമേ ഉണ്ടാവില്ല. നമ്മൾ പഴയ തലമുറക്കാരൊക്കെ തന്നെ മുമ്പോട്ട് ജീവിച്ച് തീർക്കുക എന്നല്ലാണ്ട് പുതിയൊരു തലമുറയ്ക്ക് ഈ ലോകത്ത് തന്നെ ഒരു റോളും ഉണ്ടാവില്ല. അത് നമുക്ക് ഒരു സംശയമില്ലാണ്ട് പറയാം. ഇനിയിപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് ഷഹബാസിന്റെ 5 പ്രതികൾക്ക് ഇത്ര മാർക്കുകൾ എന്നായിരിക്കും ന്യൂസും മീഡിയ ഒക്കെ പറയുക. അവരെന്തോ വീരഗാഥ ചെയ്ത പോലെയാണ് ആളുകൾ അത് കൊട്ടിഘോഷിക്കുന്നത്, ന്യൂസും മീഡിയാസും എക്സാം എഴുതുന്നതൊക്കെ. എന്നാൽ പിന്നെ കഴുത്തിൽ മറ്റേ പണ്ടത്തെ ചെണ്ടയും കൂടെ കെട്ടിയിട്ട് വീട് തോറും കയറി ഇറങ്ങണം. എന്നിട്ട് ഇവരുടെ വീരകൃത്യങ്ങൾ പാടിക്കൊണ്ട് നടക്കണം. ഇവരുടെ മാതാപിതാക്കളെ വേണം ആദ്യം എടുത്തിട്ടടിക്കാൻ. മക്കൾക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി അവർക്ക് പറ്റുന്ന അത്രയും വലിയ പിടിപാടുകൾ അവർ കയറി പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരിന്ന് എക്സാം എഴുതിയിട്ടുള്ളത്. ഒരു സാധാരണക്കാരൻ്റെ മക്കളാണ് ഇവരെങ്കിൽ ഒരാളും പരീക്ഷൻ്റെ അവിടം പോലും കയറൂല. അത് 100% ഉറപ്പുള്ള. കാരണം ഈ വലിയ ആൾക്കാർ തന്നെ പറയും ഇവരെ കൊണ്ട് പരീക്ഷ എഴുതിക്കരുതെന്ന് പറയും. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ, അവർക്ക് എന്ത് വേണമെങ്കിലും ആവും, മറ്റുള്ളവർക്ക് ഒന്നും ആവാല. എന്ത് ചെയ്യാൻ പറ്റും? ഇവർ എക്സാം എഴുതി പോയി, അത് കഴിഞ്ഞു. ഇനി നമുക്ക് മുമ്പോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം. ഞാൻ സർക്കാരിനോടൊരു കാര്യം പറയും, നിങ്ങൾക്ക് അവർക്ക് ഫുഡ് കൊടുക്കാൻ എന്തെങ്കിലും നിവൃത്തിയില്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പിരിവോ കാര്യങ്ങളോ നടത്താം. ഷഹബാസിനെ കുത്തിക്കൊന്ന അല്ലെങ്കിൽ അടിച്ചു കൊന്ന 5 പ്രതികൾക്ക് സമൃദ്ധ ആഹാരം നൽകാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി കൂടെ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ എല്ലാ വീട്ടിൽ നിന്നും കുറച്ച് അരിയും പൊരിയൊക്കെ തരാം, തിന്ന് കൊഴുക്കട്ടെ. ഞാനും തരാം കുറച്ച്. നമ്മൾ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോകും ഗൈസ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ